ചർച്ചയുടെ അവസാന അരമണിക്കൂറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബലദേവ്, പരസ്യം കൂടുതലായതുകൊണ്ടാണ് ഇടപെടേണ്ടി വന്നത്. ക്ഷമിക്കുക, താങ്കൾ പറഞ്ഞു വന്ന് പൂർത്തിയാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്വേഷണ സ്വപ്നയുടെ മൊഴിയല്ല പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ സംഘം കണ്ടെത്തി ബാംഗ്ലൂരിലും ഹൈദരാബാദിലും നിരവധി പ്രാവശ്യം സ്വപ്ന പാഴ്സലുകൾ സ്വർണം ഇറക്കിയിരുന്നുവെന്ന് മനോരമ അന്വേഷണ സംഘം കണ്ടെത്തി എന്നല്ലാതെ സ്വപ്നയുടെ മൊഴിയല്ല. പിന്നീട് അതേ മനോരമയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞു സ്വപ്നയെ ഞങ്ങളാണ് ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത്. അത് സ്വപ്ന സഞ്ചാരം ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ, ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഏർക്കുന്ന രണ്ടുപേരാ, മനോരമ പത്രവും മനോരമ ചാനലും. ആ മനോരമ പത്രം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താ, സ്വപ്ന സ്വർണം പിടിച്ച് 5-ന് തന്നെ സ്വപ്ന സംഘം തിരുവനന്തപുരം വിട്ടു. 6-ാം തീയതിയാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ വരുന്നത്. നിങ്ങൾ പറഞ്ഞ എന്താ, 6-ാം തീയതി സ്വപ്ന പോയെന്നാണ്. മനോരമ പത്രത്തിന്റെ കണ്ടുപിടുത്ത 5-ാം തീയതി സ്വപ്ന തിരുവനന്തപുരം വിട്ടുവെന്നും തമിഴ്നാടിന്റെ കോവിഡ് യാത്രാ പാസ് സംഘടിപ്പിച്ചു എന്നും അതുവഴി പാലക്കാട് വഴി സേലം വഴി ബാംഗ്ലൂരിൽ പോയി എന്നാണ്. ഇത് മനോരമ പത്രം. അത് നിങ്ങൾ പറഞ്ഞെന്താ, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച 6-ാം തീയതി പോയി എന്നും കേരള ഗവൺമെന്റ് അറിഞ്ഞാണ് പോയി എന്നുമാണ്. ഇതേ മനോരമ പത്രത്തിലെ സ്വപ്ന സഞ്ചാരം എന്ന് പറഞ്ഞുകൊണ്ട് കർണാടകത്തിലേക്കാണ് പോയത്. തമിഴ്നാട് ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്ന വാർത്തയ്ക്കപ്പുറം ഒരു ആധികാരികത ഏതെങ്കിലും കോടതിക്കുണ്ടെങ്കിൽ ഇവിടെ കോടതിയുടേതായിട്ടുള്ള കുറെ കണ്ടെത്തലുകൾ ഉണ്ടല്ലോ. അതിലൊന്നാണല്ലോ ഇപ്പോൾ അധികാരത്തിന്റെ ഇടനാഴിയിൽ സ്വപ്ന സുരേഷിന്റെ സ്വാധീനം പ്രകടമായിരുന്നു. ഒരു സ്ത്രീ എന്ന പരിഗണന സ്വപ്ന സുരേഷ് അർഹിക്കുന്നില്ല എന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നതിന് ഈ പത്രത്തിൽ വന്ന വാർത്തയേക്കാൾ പ്രാധാന്യമുണ്ടോ ഇല്ലയോ? സുബീഷ, ഞാൻ അങ്ങോട്ട് വരിക. എനിക്ക് പറയാൻ സമയം, ഞാനത് പറയാനാണ് വരുന്നത്. ഞാൻ അങ്ങോട്ട് അതിന് മറുപടി പറയാനാണ് ഞാൻ വരുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ, ഞാൻ അനിയനെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു അനിയൻ എന്ന് പറയാം ശ്രീജിത്ത് പണിക്കർ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മൊബൈലിൻ്റെ കാര്യം. നമ്മുടെ പോക്കറ്റിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി, സിം പ്രവർത്തിക്കണമെന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്തിട്ടുകൊണ്ട് ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചാലും സൈബർ സെല്ലിൽ ഇരുന്നു കൊണ്ട് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 1. 2, ലേറ്റസ്റ്റ് ടെക്നോളജി അതുമല്ല, നമ്മുടെ എല്ലാ മൊബൈൽ ഫോണിനും ഒരു നമ്പറുണ്ട്. സിം കാർഡ് ഊരി മാറ്റിയാലും നമ്മൾ ആ നമ്പർ കയ്യിൽ, ആർക്കും അറിയത്തില്ല നമ്പർ, ആ നമ്പർ വെച്ചിരുന്നാൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഈ ഫോൺ ഉപയോഗിച്ചാൽ ആ നമ്പർ വെച്ച് ഫോൺ കണ്ടുപിടിക്കാം. അതാണ് ടെക്നോളജി. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഫോൺ അല്ല, അഡ്വക്കേറ്റ് ബലദേവ്, ഇപ്പോൾ അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞ ഈ സാങ്കേതിക വൈദഗ്ധ്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അത് പരിശോധിക്കട്ടെ എന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ CCTV ക്യാമറകളെല്ലാം അടിച്ചുപോയി എന്ന ഒരു മുൻകൂർ വിശദീകരണം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നടത്തേണ്ട ഒരു ആവശ്യമേ ഇല്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ. അല്ല, എനിക്കൊന്ന് പറയാൻ അവസരത്താ, ഞാനൊന്ന് ഇടയ്ക്കേറി പറഞ്ഞ് എനിക്ക് പറയണ്ടേ. പിന്നീട് മറ്റൊന്ന് പറഞ്ഞത് 2 കാര്യങ്ങൾ. എൻഫോഴ്സ്മെന്റും NIA-യും 2 റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. പിന്നെ ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. ED കൊടുത്തത് ഷീ ഹാസ് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ കൂടുതൽ സ്വാധീനം ഉണ്ടെന്നാണ്. NIA കൊടുത്തത് ഷീ ഹാസ് കാഷ്വൽ ഇൻഫ്ലുവൻസ്. പിന്നെ ഞാൻ പറഞ്ഞോട്ടെ, ഇടയ്ക്കേറിയ ശ്രീജിത്ത് വക്കീലല്ലെങ്കിൽ 2 വക്കീലന്മാരിപ്പോണ്ട്. നിസ്സാരമായ കേസ്, എൻ്റെ പോക്കറ്റിൽ ഒരുത്തർ 10 രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ഈ കള്ളനെ പിടിച്ചാൽ ആ കോടതിയിൽ കൊണ്ടുവരുന്ന പോലീസ് ഓഫീസർ എഴുതുന്ന റിമാൻഡ് റിപ്പോർട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണെന്ന് അറിയാമോ? ഈ പ്രതി പുറത്തു വന്നാൽ അന്വേഷണത്തെ സ്വാധീനിക്കും, ഈ പ്രതിക്ക് വളരെ കൂടുതൽ സാമ്പത്തിക സ്വാധീനമുണ്ട്, എവിഡൻസുകൾ ഇല്ലാതാക്കും, മറ്റ് പ്രതികളെ സ്വാധീനിക്കും, സാക്ഷികളെ സ്വാധീനിക്കും, ഒളിച്ചു പോകാൻ. ഇത് ബഹുമാനപ്പെട്ട 2 വക്കീലന്മാർ നിർക്കിക്കട്ടെ. ഏതൊരു റിമാൻഡ് റിപ്പോർട്ടിലും നിസ്സാരമായ കേസാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു 10 രൂപ ഒരുത്തൻ മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം കൊടുക്കരുത്. ഇത് സ്ഥിരമായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ ഇടുന്നതാണ്. ഈ പ്രതിക്ക് വളരെ കൂടുതൽ സ്വാധീനമുണ്ട്, സാമ്പത്തിക സ്വാധീനമുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. 17 വയസ്സോ 18 വയസ്സുള്ള ചെറുക്കൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ റിമാൻഡ് റിപ്പോർട്ട് ഇടുന്നത്. അവൻ പാർട്ടിയും കാണത്തില്ല, വീട്ടിൽ അത്താട് പട്ടിക്കാനായിരിക്കും. പക്ഷെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇടുന്ന ഇതാ, ഇവന് വളരെ കൂടുതൽ സ്വാധീനമുണ്ട്, ഇവൻ സാക്ഷികളെ സ്വാധീനിക്കും, എവിഡൻസ് നശിപ്പിക്കും. പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം എന്താണ് ബലദേവ്? സമയക്കുറവുണ്ട്, എനിക്ക് മറ്റുള്ളവരിലേക്ക് കൂടി പോകണം. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം എന്താണ്? ഞാൻ പറയട്ടെ. ശ്രീജിത്ത് പണിക്കരും ബഹുമാനപ്പെട്ട സുരേഷും പറഞ്ഞു, EA-യും ED-യും NIA-യും പറഞ്ഞിരിക്കുന്നു ഇവർക്ക് അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുണ്ട്. അത് അവരുടെ സ്ഥിരം വാചകമാണ്. അത് പ്രതിയുടെ മൊഴി വേണമെന്നില്ല, അവർ റിമാൻഡ് റിപ്പോർട്ടിൽ സ്ഥിരമായിട്ട് ഇടുന്നതാണ്. പിന്നീട് ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സുരേഷ് പറഞ്ഞത് ശിവശങ്കരനെയും സ്വപ്നയും ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. ഏതൊരു കേസിലും സസ്പെക്ട് ആരോ ആയിക്കോട്ടെ,
അവരെ ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യും, ഒരുമിച്ച് ചോദ്യം ചെയ്യും. അങ്ങനെ നിരവധി ചോദ്യം ചെയ്തതിനു ശേഷമാണ് യഥാർത്ഥ എവിഡൻസിലേക്ക് കടക്കുന്നത്. പിന്നെ മലവെള്ളപ്പാച്ചിൽ പോലെ ഒരുപാട് എവിഡൻസുകൾ ഈ ഗവൺമെന്റിനെതിരെ വന്ന് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് തകർന്നു പോകുമെന്നുള്ള നിങ്ങളുടെ ഈ സ്വപ്നമൊക്കെ അത് വെറും തെറ്റായതാണ്. ഞാൻ സുരേഷോട് ചോദിച്ചോട്ടെ, വാർത്ത സുരേഷ് ഇത്രയും നേരം സംസാരിച്ചിട്ട് എന്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞില്ല? കർണാടകത്തിലെ BJP കുറിച്ച് അന്വേഷിക്കണം. എന്തിന് താങ്കൾ അവരൊക്കെ പറയും. മാത്രം എന്താ പ്രിയ സുഹൃത്ത് രാജേഷ് സമയക്കുറവുണ്ട്. സുരേഷ് അതിന് മറുപടി പറയും. ബലദേവ് ശ്രീജിത്ത് പണിക്കർ പെട്ടെന്ന് ഈ പറഞ്ഞതിനുള്ള മറുപടി. രാജേഷിലേക്കും സുരേഷിലേക്കും നമുക്ക് പോകാം. അതിനു മുമ്പ് ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട IMEI നമ്പർ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിരുന്നാലും ഇത് ലൊക്കേഷൻ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞു. ഇവിടെ അതല്ല പ്രശ്നം. ഫോൺ ഓഫ് ചെയ്തിരിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ഒരു ലൊക്കേഷൻ എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോണിൻ്റെത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇത് GPS മെക്കാനിസം വെച്ചിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ ട്രയാങ്കുലേഷൻ എന്നുള്ള വാക്ക് പറഞ്ഞത്. എത്രത്തോളം ടവറുകൾ കൂടുന്നു, ഇപ്പൊ നന്ദൻകോട് ഏരിയയിലൊക്കെ എങ്ങനെയാണ് ടവറിന്റെ വിന്യാസം എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ എത്രത്തോളം ടവറുകൾ കൂടുന്നു അത്രത്തോളം ആക്യുറസിയോടുകൂടി ഒരു ലൊക്കേഷൻ കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റും. തന്നെയുമല്ല, ചില മൊബൈൽ ടവറുകളിലൊക്കെ ഒരു ഡയറക്റ്റീവ് ആന്റിന ഉണ്ട്. അപ്പോൾ മൊബൈലിന്റെ സിഗ്നലുകളൊക്കെ പോകുന്നതിന്റെ ഡയറക്ഷൻസും കാര്യങ്ങളും ഒക്കെ കൃത്യമായി മാപ്പ് ചെയ്യുകയും ലൊക്കേഷൻ പിൻ പോയിന്റ് ആക്യുറസിയോടുകൂടി മനസ്സിലാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ട്രയാങ്കുലേഷൻ. അത് ഈ സാധാരണഗതിയിൽ ഓഫ് ചെയ്തതിനു ശേഷം ഫോൺ കൊണ്ട് യാത്ര ചെയ്യുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. പിന്നെ തന്നെയുമല്ല, ഈ അത് മാത്രമല്ല ശ്രീജിത്ത്, ഇവിടെ ടവർ ലൊക്കേഷൻ മാത്രമല്ല, ഈ ഗൂഗിൾ മാപ്പിലെ ക്ലിഫ് ഹൗസിന്റെ ലോഞ്ചിറ്റ്യൂഡും സ്വപ്നയുടെ ഫോണിലെ GPS ലോഞ്ചിറ്റ്യൂഡും ഒന്നാണ്, ഒരേ നമ്പറാണ്, ഒരേ സ്ഥലത്താണ്. അതൊരു യാദൃശ്ചികമായ ഒരു സംഭവമാണ് എന്ന് നമുക്ക് പറയാനാകില്ല. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് താങ്കൾ പറയുന്നത് GPS-ന്റെ കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ ട്രയാങ്കുലേഷൻ മൊബൈൽ ടവറുകൾ മാത്രം കേന്ദ്രീകരിച്ച് GPS വർക്ക് ചെയ്യാത്ത അതിന്റെ സാങ്കേതികമായ ശരിയെന്ന് NIA കണ്ടെത്തട്ടെ. ഞാനിവിടെ പറയുന്നത് സുബീഷ്, ഞാൻ പറയുന്നത് നമ്മളിവിടെ GPS വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ കരുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ പോലും മൊബൈൽ ഫോണിന്റെ മൾട്ടിപ്പിൾ ടവറുകളുടെ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പിൻ പോയിന്റ് ആക്യുറസിയോടുകൂടി കണ്ടെത്തുന്നതിനുള്ള മാർഗമാണ് ഞാൻ ഈ പറഞ്ഞ ട്രയാങ്കുലേഷൻ മെത്തേഡ്. അപ്പൊ അത് കൃത്യമായിട്ട് അവർക്ക് എടുക്കാൻ സാധിക്കും. ഇനി ആ സമയത്ത് അവർക്ക് ഏതെങ്കിലും ഒരു ഫോൺ കോൾ അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലോ അവരേതെങ്കിലും ഒരു കോൾ വിളിച്ചിട്ടുണ്ടെങ്കിലോ കൂടുതൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ 10 രൂപയുടെ ഒരു സാധനം മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഇയാൾക്ക് സ്വാധീനമുണ്ട് എന്ന് പറയുന്നത് പോലെ അല്ല ഇവിടെ. കാരണം അത് പറയുന്നതിന് കാരണം 10ാമത്തെ പാരഗ്രാഫ് നോക്കൂ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള മറ്റു പല ആൾക്കാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. ഇത് ഈ 10 രൂപയുടെ കേസിൽ വരുന്നതല്ല. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 11ാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും 10 രൂപയുടെ ഒരു സാധനം മോഷ്ടിക്കുമ്പോൾ തയ്യാറാക്കുന്ന റിമാൻഡ് റിപ്പോർട്ട് പോലെയാണോ ഇത് എന്ന്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, സെക്രട്ടറി വാസ് ഫുള്ളി അവെയർ ദാറ്റ് ഹെർ ഇന്റഗ്രിറ്റി ഈസ് ഡ്യൂബിയസ്. ഞാൻ നേരത്തെ പറഞ്ഞു, സെക്രട്ടറിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അവരുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് സംശയാസ്പദമാണ്. അതിനുശേഷം പറയുന്നു, ദിസ് ഈസ് ലീഡിംഗ് ടു എ സിറ്റുവേഷൻ ഫോർ ഫർദർ ക്വസ്റ്റ്യനിങ് ശിവശങ്കർ. ഇതിന്റെ ബേസിസിലാണ് ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം ഇറ്റ് ഹാസ് ഓൾസോ ബീൻ റിവീൽഡ് ദാറ്റ് വെൻ ദ സ്റ്റേറ്റ് മെഷീനറി വാസ് ഇൻ UAE, സംസ്ഥാനത്തിന്റെ ഭരണചക്രം UAE-യിലായിരുന്നപ്പോൾ 5 ദിവസങ്ങളിൽ ഒക്ടോബർ 2018 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെ 5 ദിവസങ്ങളിൽ UAE-യിലായിരുന്ന സമയത്ത് അതേതിനാണ്? ഫ്ലഡ് റിലീഫുമായി ബന്ധപ്പെട്ട് അന്ന് സെക്രട്ടറി ടു ദ ചീഫ് മിനിസ്റ്ററുമായിട്ട് ഇവർ മീറ്റിംഗ് നടത്തിയിരുന്നു. ഷീ ഹാഡ് മീറ്റിംഗ്സ്, ഒന്നല്ല, ഷീ ഹാഡ് മീറ്റിംഗ്സ് എന്ന് റിവീൽഡ് ആയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് അതിനെപ്പറ്റിയുള്ള ബോധ്യം അവർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്ന ആ 10 രൂപയുടെ കേസിൽ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് സ്വപ്നയ്ക്ക് മറ്റ് 2 ആൾക്കാരുമായിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു 10 രൂപയുടെ ഒരു ബ്രെഡ്, ഒരു പാക്കറ്റ് ബ്രെഡ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു കേസിൽ ഈ ഒരു സെന്റൻസ് ഉണ്ടാകുമെന്ന് ശ്രീ ബലദേവിന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ഷീ ഹാഡ് കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഇൻ ദി ഓഫീസ് ഓഫ് ദി ചീഫ് മിനിസ്റ്റർ.
10 രൂപയുടെ ഒരു ബ്രെഡോ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റോ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോ ഏത് പ്രതിയുടെ ഇടുന്നുണ്ട്? ഏതെങ്കിലും ഒരു പ്രതിയുടെ ഓരോ കേസിന്റെ സ്വഭാവം അനുസരിച്ചാണ് എന്ന് പറയോ ശ്രീ റിപ്പോർട്ട് എഴുതുന്നത്. ശ്രീ ബലദേവ്, ഓരോ കേസിന്റെ സ്വഭാവം അനുസരിച്ചാണ് റിമാൻഡ് റിപ്പോർട്ട് എഴുതുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ടിലെല്ലാം സ്ഥിരമായിട്ട് വരുന്നത് പ്രതിക്ക് സ്വാധീനമുണ്ട്. അത് പല സ്വാധീനം പല ഞാൻ വിശദീകരിക്കുന്നത് ഒരൽപ്പം ജനാധിപത്യ സ്വഭാവത്തിന്റെ രീതി അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഞാൻ ഒരുപാട് അങ്ങനെ വരും. പറയുന്നത് അത് തന്നെയാണ് ശ്രീ ബലദേവ്, ഞാൻ പറയുന്ന ചോദ്യം താങ്കൾ ഞാൻ പറയുന്നത് തന്നെയാണ് പറയുന്നത്. പോയിന്റിലേക്ക് തന്നെയാണ് താങ്കൾ വരുന്നത്. അതായത് 10 രൂപയുടെ ഒരു പാക്കറ്റ് ബ്രെഡ് മോഷ്ടിക്കുന്ന കേസിൽ ഇൻഫ്ലുവൻഷ്യൽ ആകുന്നത് ആരൊക്കെയാണോ അവരല്ല ഇത്തരത്തിലുള്ള ഒരു 15 കോടി രൂപയുടെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കുന്ന ആൾക്കാർ. ഇവിടെ വന്നിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്, ക്ഷമിക്കണം, ചീഫ് സെക്രട്ടറി അല്ല, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അന്ന് അദ്ദേഹം IT സെക്രട്ടറി മാത്രമായിരുന്നു. അദ്ദേഹമാണ് ഇതിൽ ഒരു പാർട്ടി. അദ്ദേഹത്തിന് ഇവരുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ച് ഒരേ സ്ഥലത്തുണ്ടായിരുന്നു, പല മീറ്റിംഗിലുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ ഭരണചക്രം നിയന്ത്രിക്കുന്ന ആൾക്കാർ മൊത്തത്തിൽ ഒരു സ്ഥലത്തുണ്ടായിരുന്നപ്പോൾ അതിനുശേഷമാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇവർക്ക് കാര്യമായ സ്വാധീനമുണ്ട്. അപ്പോ ഇതിനെ താങ്കൾ പറഞ്ഞത് തന്നെ ഞാൻ അംഗീകരിക്കുന്നു. 10 രൂപയുടെ ഒരു സാധനം മോഷ്ടിക്കുമ്പോഴുള്ള റിമാൻഡ് റിപ്പോർട്ടുമായി തുലനം ചെയ്യാവുന്ന ഒന്നല്ല ഈ വന്നിരിക്കുന്നത്. ഇതിന്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. അതാണ് പറയാനുള്ളത്. സുരേഷ് മറുപടി. ശ്രീ ബലദേവ്, എങ്ങനെയാണ് സ്വപ്ന ബാംഗ്ലൂർ എത്തിയത്? ഞാൻ പറഞ്ഞത് ബലദേവിന്റെ പരാതി എന്റെ ഊഴമാണ്. അങ്ങ് ചോദിച്ചു എങ്ങനെയാണ് സ്വപ്ന ബാംഗ്ലൂർ എത്തിയത് എന്ന് ചോദിച്ചു. പറഞ്ഞു സ്വപ്ന സുരേഷിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഞാനങ്ങ് വായിക്കാം. അപ്പോൾ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നറിയാം. ഒന്ന്, A3 started travel in a car from Thiruvananthapuram while triple lockdown was in force in relation to the prevention of spread of COVID-19. She could travel to Ernakulam and stay back in a hotel. Thereupon A4 also joined with her and they together proceed to Bangalore after crossing the border of Kerala state when travel restrictions was prevalent. A4 എന്ന് പറയുന്നത് സന്ദീപാണ്, A3 എന്ന് പറയുന്നത് സ്വപ്നയാണ്. Considering the series of events, prima facie I find a reason to uphold the contention of the special prosecutor that she could not normally abscond freely to the neighboring state after crossing several checkpoints unless she got some favor from such checkpoints. ഈ ചെക്ക് പോയിന്റ്സ് ആരുടേതാ? ചെക്ക് പോയിന്റ്സ് ആണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചെക്ക് പോയിന്റ്സ് ആണ്. ഇത്തരത്തിലുള്ള ചെക്ക് പോയിന്റ്സിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ, അതിനു മുമ്പ് പറയുന്നുണ്ട്, 15ാമത്തെ പാരഗ്രാഫാണ് ഞാൻ വായിച്ചത്. ആ പാരഗ്രാഫിന്റെ തുടക്കം എന്ന് പറയുന്നത് എവർ പ്രതിയാണെന്നും എവരുടെ ഫോട്ടോകളും എവരുടെ മന്ത്രിമാരുമായിട്ടുള്ള ഫോട്ടോകളും ഒക്കെ വ്യാപകമായി പ്രചരിച്ചതിന് ശേഷമാണ് സ്വന്തം കാറിൽ ഇവർ നമ്മുടെ പിണറായി വിജയൻ പോലീസിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പിന്തുണയോടുകൂടി ഇത്രയും ചെക്ക് പോസ്റ്റുകൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ കിടക്കുന്ന സമയത്ത് കടന്ന് 713 കിലോമീറ്റർ അപ്പുറത്ത് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അങ്ങേക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ വീണ വിജയൻ എന്ന് പറയുന്ന ഒരു പാവം പെൺകുട്ടി അവിടെ എക്സാലോജിക് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വരുന്ന വിസിറ്റേഴ്സ് താമസിക്കുന്ന അതിൻ്റെ 100 മീറ്റർ അപ്പുറത്തുള്ള ഹോട്ടലിൽ തന്നെ ചെന്ന് താമസിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ കോടതി പറഞ്ഞ വഴിയിലൂടെയാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എത്തിച്ചിരിക്കുന്നത് വീണ വിജയൻ അവിടെ എത്തിച്ചതിൻ്റെ പിന്നിലുള്ള ഏത് സംവിധാനമാണോ ഉണ്ടായിരുന്നത് അതേ സംവിധാനം തന്നെയാണ് സ്വപ്ന സുരേഷിനെയും വീണ വിജയൻ്റെ കോർപ്പറേറ്റ് കമ്പനിയുടെ മുമ്പിലുള്ള ഹോട്ടലിൽ എത്തിച്ചത്. ഇത് ഈ കേരളത്തിലുള്ള മുഴുവൻ മലയാളിക്കും മനസ്സിലായ ഒരു സത്യത്തെ അങ്ങ് ഇനിയും ഇങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കേണ്ടി വന്നല്ലോ. ഞാനിപ്പോൾ എന്റെ വാക്കല്ല പറഞ്ഞത്, കോടതി സ്വപ്ന സുരേഷിനെ എത്തിച്ചതും അതായിരിക്കുമോ? ഈ കോടതി പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പോ ശ്രീ സുബീഷ് ചോദിച്ചതിലേക്കാണ് ഞാൻ വരായിരുന്നത്.
ഈ സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിൽ എക്സാലോജി കമ്പനിയുടെ അടുത്ത് ഒളിവിൽ പാർപ്പിക്കാനുള്ള വഴി ഏത് അർദ്ധരാത്രിയിൽ ഏത് വിഭ്രാന്തമായ സാഹചര്യത്തിലും അവിടെ എത്താനുള്ള വഴി സ്വപ്ന സുരേഷിന് കാണാപ്പാടമായിരുന്നു. ആ സ്വപ്ന സുരേഷിന് അവിടെ എത്താനുള്ള വഴി അറിയാമെങ്കിൽ 1000 വട്ടം ക്ലിഫ് ഹൗസിൽ എത്താനുള്ള വഴിയും അറിയാം. ക്ലിഫ് ഹൗസിലുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിന്റെ എത്രത്തോളം ഗാഢമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മൊബൈൽ ഫോൺ ആരെങ്കിലും പോക്കറ്റിലിട്ട് പോയപ്പോൾ ഉണ്ടായ ബന്ധമല്ല. ഇനി ശ്രീ ബലദേവ്, പെട്ടെന്ന് സുരേഷ്, മറ്റൊരു കാര്യം, അങ്ങ് ഇവിടെ ഈ അറ്റാഷയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അറ്റാഷയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ UAE-യിലെ സുൽത്താനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും BJP-യുടെ നേതാവിനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് അറ്റാഷയെയും സുൽത്താനെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് സ്വപ്ന സുരേഷിനും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ആഗ്രഹം. നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് CPI-ക്കാർക്ക് പോലും ഈ ആഗ്രഹമില്ല. ഇപ്പോൾ ഇവർക്ക് ആഗ്രഹം അറ്റാഷയെയും സുൽത്താനെയും അറസ്റ്റ് ചെയ്യാനാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറ്റാഷയും സുൽത്താനുമല്ല പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ കേരളത്തെ ഇത്രത്തോളം ആഗോള കള്ളക്കടത്ത് തട്ടിപ്പ് കേന്ദ്രമാക്കി മാറ്റിയ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും കള്ളക്കടത്ത് ഗൂഢസംഘത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാനുള്ള അധികാരമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്കൊരു പൗരനെന്ന നിലയിൽ വോട്ടർ നിലയിലുള്ളത്. അതാണ് ചോദ്യം ചെയ്യുന്നത്. ജലീലിനെ പുറത്താക്കണമെന്ന് ഈ കേരളം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. സുരേഷിനോട് ഒറ്റ ചോദ്യം. ഇതൊരു സ്വർണ്ണക്കടത്ത് കേസ് മാത്രമല്ല, തീവ്രവാദ ബന്ധമുണ്ട്, ഭീകരവാദ ബന്ധമുണ്ട്. അങ്ങനെ ഒരു കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് വന്നാൽ അതിൻ്റെ ഒരു സ്വഭാവം മാറും. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ ഇവിടെ തുടരേണ്ടതുണ്ടോ എന്ന ആവശ്യകതയിലേക്ക് നീങ്ങിയേക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഗവർണറെ കാണേണ്ടി വന്നേക്കാം, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണ്ടി വന്നേക്കാം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഗൗരവമായ ഒരു ഇടപെടൽ BJP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? യെസ് ഓർ നോ? പെട്ടെന്ന്. അല്ല, BJP ഈ വിഷയത്തിൽ എത്രത്തോളം ഗൗരവത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം 5-ാം തീയതി ജൂലൈ 5-ന് വിഷയമുണ്ടായി. 6 ദിവസം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വർണ്ണക്കടത്ത് കേസ് NIA അന്വേഷിച്ചു. 6-ാമത്തെ ദിവസം അന്വേഷിച്ചു. 7-ാമത്തെ ദിവസം പ്രതികളെ അറസ്റ്റ് ചെയ്തു തുടങ്ങി. ഇന്ന് എത്ര പ്രതികളെ 10-20-ൽ പരം പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പല വിധത്തിലായിട്ട്. കേസ് അതീവ ഗൗരവത്തിൽ അതിശക്തമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പടിയിറങ്ങുക എന്ന് ചോദിച്ചാൽ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിണിയാളായതിന്റെ പേരിൽ പടിയിറങ്ങേണ്ട പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിൽ ഇരിക്കുന്നത് എന്ന് ബലദേവിനെ ഓർമ്മിച്ചു. ശരി, അവസാനത്തെ ഇടവേളയിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്തും. ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അഡ്വക്കേറ്റ് RV രാജേഷ്, എനിക്ക് 2-3 മിനിറ്റ് സമയമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് പറയണം. അന്ന് ഉമ്മൻചാണ്ടി, സരിത, ഇന്ന് പിണറായി വിജയൻ, സ്വപ്ന, എവിടെയൊക്കെയോ ചില സമാനതകൾ വരുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒരു സമാനതകളുമില്ല. സമാനതകളില്ലാത്ത സംഭവമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനതകളുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇതിനെ ഒന്ന് ലഘൂകരിക്കാനൊന്നും സുബീഷ് ശ്രമിക്കരുത്. അന്ന് എന്തൊക്കെയാണ് ആരോപണം എന്നുള്ളതും ആ ആരോപണം എവിടെ എത്തി നിൽക്കുന്നു, ആ ആരോപണം ഉന്നയിച്ചവർ ഇപ്പോൾ എവിടെ ഒളിച്ചോടി എന്നുള്ള കാര്യമൊക്കെ ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായി നടന്ന എല്ലാ ആക്ഷേപങ്ങൾക്കെതിരെ ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ പോയിരുന്ന് ഇതിനൊക്കെ മണിക്കൂറോളം തെളിവ് കൊടുക്കാനും അതൊന്നുമില്ലാതെ ആ ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കാര്യം നമുക്കറിയാം. അതുപോലെയാണ് ഗുരുതരമായ ഈ രാജ്യദ്രോഹ കുറ്റം. മുഖ്യമന്ത്രിയുടെ വീടിലേക്കും ഓഫീസിലേക്കും ഈ വിവാദ വനിത എത്ര പ്രാവശ്യം പോയി എന്നുള്ള കാര്യമൊക്കെ ഇനി പുറത്തോട്ട് വരുമ്പോൾ എവിടേക്കാണ് ഈ കേസ് പോകുന്നത് എന്നുള്ള കാര്യം ആലോചിക്കണം. വെറുതെ സ്വപ്നം അതുവഴി പോയപ്പോൾ കയറിയതാണ്. ഈ രാഹുൽ ഗാന്ധി എന്താ ഇതുവരെ പ്രതികരിക്കാത്ത? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഏത് കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് താങ്കൾ തീരുമാനിക്കേണ്ട, അത് കോൺഗ്രസ് തീരുമാനിക്കും. ഇവിടെ നന്നായി നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം നമുക്കറിയാം. ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ശക്തമായി കേരളത്തിന്റെ എംപിയാണ് രാഹുൽ ഗാന്ധി. ഒന്ന് പ്രതികരിക്കാൻ പറ. കോൺഗ്രസിന്റെ നിലപാട് പിണറായി വിജയനെതിരാണെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്, അതോ അഡ്ജസ്റ്റ്മെന്റ് ആണോ? ദേശീയ നേതാവാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, എന്തുകൊണ്ടാണ് ഞാനൊരു ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ കാര്യത്തിൽ പ്രതികരിക്കാത്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ എംപിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് ജയിപ്പിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വിട്ട ആളാണ്. അതേ സ്റ്റാറ്റസ് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക്. പ്രസിഡന്റ് ആയിരുന്നു. വഴിതിരിച്ചുകൊണ്ട്
ശരി, രാജേഷ് പറയൂ, പെട്ടെന്ന്. ഇവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇവിടെ ഘോരമായി വാദിക്കുകയും ദേശീയ തലത്തിൽ ഒത്തുതീർപ്പ് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഞങ്ങൾക്കില്ല. വളരെ ശക്തമായി തന്നെ ഈ കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കയറി എന്ന് പറഞ്ഞാലൊന്നും ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. എനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ താങ്കൾ തന്നിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ അല്ലാതെ ചർച്ച മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു ഒറ്റ കാര്യമാണ്, ഈ ഇതിലേ പോയപ്പോൾ വെറുതെ കയറിയതാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു സിനിമാ പാട്ടുണ്ട്, ഒരു നീരജ് മാധവന്റെ ഒരു യൂട്യൂബിൽ ആളുകൾ കാണുന്ന പാട്ടുണ്ട്. അതിൽ പറയുന്നതാണ് ഇതുവഴി പോയപ്പോൾ വെറുതെ കയറിയതാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വളരെ വ്യക്തമായി ഈ ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട്, ക്ലിഫ് ഹൗസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ വീടുമായി ബന്ധമുണ്ട്. ഇപ്പൊ ഇതൊക്കെ വളരെ വ്യക്തമായി പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ലൈഫ് പദ്ധതിയുടെ പേരിൽ 1 കോടി രൂപ പോയപ്പോൾ മുഖ്യമന്ത്രി ഏതോ ഒരു കമ്പനി എവിടെ നിന്നോ വന്നു ഇവിടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു. എനിക്കറിയില്ല ഈ ലൈഫ് പദ്ധതിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. ഈ ലൈഫ് പദ്ധതിയുടെ സിഇഒയുമായി കരാർ ഒപ്പിട്ടത് ആരുടെ സാന്നിധ്യത്തിൽ? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. ഇതിന്റെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന ആരാണ്? മുഖ്യമന്ത്രി. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കരാർ ഒപ്പിടാൻ വേണ്ടി വളരെ വ്യക്തമായ ഇൻഫ്ലുവൻസ് ഉള്ള മുഖ്യമന്ത്രി ഏതോ കമ്പനി എന്ന് പറഞ്ഞ് തടിതപ്പി പോയിട്ടൊന്നും കാര്യമില്ല. ഈ ലൈഫ് പദ്ധതിയുടെ പേരിൽ സ്വപ്നയെ ആരാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്? ഈ ശരവേഗത്ത് 1 ലക്ഷം ഫയലുകൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഒരു ദിവസം ജൂലൈ 10-ാം തീയതി ഒരു ഫയൽ ഒറിജിനേറ്റ് ചെയ്യും, 11-ാം തീയതി മുഖ്യമന്ത്രി ലൈഫ് മിഷൻ സിഇഒയുടെ സാന്നിധ്യത്തിൽ കരാർ ഒപ്പുകയും ചെയ്യുന്ന ശരവേഗത്തിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഈ പദ്ധതിയിലുള്ള സ്വപ്നയുടെ പങ്ക്. അപ്പൊ ഇവിടെയുള്ള സർക്കാർ നടത്തുന്ന എല്ലാ പദ്ധതിയിലും ഈ സ്വപ്നയ്ക്ക് പങ്കുണ്ട് എന്ന് കരുതുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് അങ്ങനെ തടിതപ്പി പോകാനൊന്നും കഴിയില്ല. എന്നോട് ക്ഷമിക്കുക അഡ്വക്കേറ്റ് ആർ വി രാജേഷ്, ഇടപെടുന്നതിൽ ക്ഷമിക്കുക. അഡ്വക്കേറ്റ് ബലദേവ്, എനിക്ക് താങ്കളിലേക്ക് വരാനും ഇനി സമയമില്ല എന്ന് ഖേദപുരസ്സരം അറിയിക്കുകയാണ്. പിണറായി വിജയന്റെ വീട്ടിൽ ആർക്കും വരാം, എന്നാൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഔദ്യോഗിക വസതി ആർക്കും ഏതു നേരത്തും വരാനുള്ള ഇടമല്ല. അങ്ങനെ വല്ലവർക്കും കയറി നിറങ്ങാൻ ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ആരുടെയും തറവാട്ടു സ്വത്തല്ല. രാജാവിൻ്റെ അരമനയുടെ തൂണിനും തുരുമ്പിനും പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൻ്റെ കണക്കുകൂടി പറയാറുണ്ട്. അതിനാൽ സർക്കാർ വസതിയിൽ ഒരു കള്ളക്കടത്തുകാരി വന്നത് എന്തിന് എന്നറിയാൻ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം ചോദ്യം ചെയ്യരുത്. നിരീക്ഷണത്തിൽ പോയ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ പറ്റൂ, തിരക്കില്ല. നിരീക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മതി. നാളെ വൈകിട്ട് നമുക്ക്, നാളെയല്ല ഏതെങ്കിലും ഒരു നാളെ വൈകിട്ട് 6 മണിക്ക് കാണാം. അതിഥികൾക്ക് നന്ദി. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.